എസ്പെറാൻസ എഡ്യൂക്കേഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് HSA മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 3 കാൽക്കുലസ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ലിമിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ലിമിറ്റ്സിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതാണ് ലോപിതാൽസ് റൂൾ. ഓക്കെ, അതിനു മുമ്പ് ഈ ഒരു സെക്ഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ലിമിറ്റ്സ് എന്ന് പറയുന്ന വീഡിയോയിൽ ഒരു പ്രോബ്ലം ചെയ്തപ്പം, അതായത് ലിമിറ്റ് ടു ഇൻഫിനിറ്റിയിൽ ഒരു പ്രോബ്ലം ചെയ്തപ്പം തെറ്റിപ്പോയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഞാൻ തന്നിരിക്കുന്ന പ്രോബ്ലം ഇതായിരുന്നു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് n സ്ക്വയർ ഡിവൈഡഡ് ബൈ 3n ക്യൂബ്. അപ്പോൾ ഇതിൽ സ്ക്വയേഴ്സിൻ്റെ സം എന്താണ്? n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ എഴുതിയപ്പം ഈ 6 അവിടെ മിസ്സിംഗ് ആണ്. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ഡിവൈഡഡ് ബൈ 3n ക്യൂബ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 18n ക്യൂബ് എന്ന് വരും. ഇവിടുന്ന് ഒരു n ക്യൂബിൽ നിന്ന് ഒരു n കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ n സ്ക്വയർ എന്ന് കിട്ടും. ഇനി n-നെ ഔട്ട്സൈഡ് എടുക്കുക ഈ രണ്ട് പ്രോഡക്റ്റിൽ നിന്നും. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n n ഇൻറ്റു 2 പ്ലസ് 1 ബൈ n ഡിവൈഡഡ് ബൈ 18n സ്ക്വയർ എന്ന് കിട്ടും. ഈ n സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 1 പ്ലസ് 0 എന്ന് വരിക, ദാറ്റ് ഈസ് ഇക്വൽ ടു 1 ആൻഡ് 2 പ്ലസ് 0 ഇൻറ്റു 2, അതായത് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 18, ദാറ്റ് ഈസ് 1/9. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയതിൽ സോറി. അപ്പോൾ നമുക്കിനി ലോപിതാൽസ് റൂൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ലോപിതാൽസ് റൂൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് വേണം? നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്താണെന്ന് അറിയണം. ഇത് എവിടെയാണ് ഈ റൂള് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ള കണ്ടീഷൻ ആദ്യം പറയണം. സോ അതിന് വേണ്ടി നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്താണെന്ന് നോക്കാം. Suppose L equal to limit x tends to c f of x and m equal to limit x tends to c g of x. If m not equal to 0, limit x tends to c f of x divided by g of x equal to limit x tends to c f of x divided by limit x tends to c g of x. That is equal to L by m. ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതായത് f എന്ന് പറയുന്ന ഫംഗ്ഷന് c എന്ന് പറയുന്ന പോയിന്റിലുള്ള സീമയാണ് L. അതുപോലെ തന്നെ g എന്ന് പറയുന്ന ഏകതത്തിന് c എന്ന് പറയുന്ന പോയിന്റിലുള്ള സീമയാണ് m എന്ന് പറയുന്നത്. ഇനി ഈ m നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സിൽ സീമകളുടെ ബീജഗണിതത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി ഓഫ് എക്സ് ആണ്. m നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് m ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? അതാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസിലോട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് m ഈക്വൽ ടു 0 ആൻഡ് l നോട്ട് ഈക്വൽ ടു 0, ഈ m എന്ന് പറയുന്ന 0 ആണ്, l എന്ന് പറയുന്ന 0 അല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വരില്ലേ, 2/0 എന്നൊക്കെ പറഞ്ഞ നമ്പർ വരില്ലേ? ഇങ്ങനെയാണ് വന്നതെങ്കിൽ ദ ലിമിറ്റ് ടു ബി ഇൻഫൈനൈറ്റ്. ആ ലിമിറ്റ് എന്തായിരിക്കും? 2/0 എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റ് എന്തായിരിക്കും? ഇൻഫിനിറ്റിയിലോട്ടാണ് പോവുക. ഓക്കെ, ഇനി ഇതല്ലാത്ത കേസ്, അതായത് m 0 ആണ്, ഇത് m 0 ആണ്, l നോൺ 0 ആണ്. ഇനി വരുന്ന കേസിൽ ഇഫ് l ഈക്വൽ ടു 0 ആൻഡ് m ഈക്വൽ ടു 0, അതായത് ഇവിടെ നമ്മൾ l 0 ആണ് m 0 ആണ് എങ്കിൽ then the limit of the quotient f by g is said to be indeterminate. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് പറയും? 0/0 എന്ന് പറഞ്ഞ ഫോമാണ് വന്നത്. അത് ഒരു ഇൻഡിറ്റർമിനേറ്റ് നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം മീൻസ് മനസ്സിലായില്ലേ? നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇതിൽ നിന്ന് ആൻസേഴ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, ദെൻ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആർ, അപ്പോൾ നമുക്ക് പരിചയമുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. 0/0, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0 ഇൻറ്റു ഇൻഫിനിറ്റി, 1 റേസ് ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി റേസ് ടു 0, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഇത്രയും എണ്ണത്തിൻ്റെ പ്രോബ്ലംസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഈസി പോർഷനാണ്. ഇത് ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ടോ എന്നൊന്നും അറിയില്ല, പക്ഷേ എന്താണെങ്കിലും സെറ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം മേ ബി ഇനിയിപ്പം വന്നാലോ നമ്മുടെ HSA എക്സാമിന്. അപ്പോൾ പഠിക്കുമ്പം എല്ലാ പോർഷൻസും പഠിച്ചിട്ട് പോവാം. നമുക്ക് നോക്കാം എന്താണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും എൻ്റെ പ്രൊണൗൺസിയേഷൻ ലോപിതാൽസ് റൂൾ എന്നാണ്. ഇതിൽ എസ് ഒന്നുമില്ല. എന്നിട്ട് നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിരിക്കുന്നത് എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നോ ആരെടുത്തുനിന്നോ പറ്റിപ്പോയതാണ്. PG ക്ക് പഠിക്കുമ്പം എനിക്കൊക്കെ അവിടുത്തെ ടീച്ചർ തിരുത്തി തന്നു, ലോപിതാൽസ് റൂൾ എന്നാണ് വായിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം കേട്ടോ. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു ജി ഓഫ് എ ഈക്വൽ ടു 0 ആൻഡ് ദാറ്റ് എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇന്റർവൽ ഐ കണ്ടെയ്നിങ് എ. സപ്പോസ് ഓൾസോ ദാറ്റ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഓൺ ഐ ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു എ, then limit x tends to a f of x divided by g of x equal to limit x tends to a f dash of x divided by g dash of x if the limit on the right exists. ഒന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മളിവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി
എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എഫ് ഓഫ് എ കൊടുത്തു, ജി ഓഫ് എ കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും 0/0 ഫോമിലാണ് വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ലിമിറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സ്. അതായത് ഈ ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാം. എന്നിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടുന്ന ലിമിറ്റ് ഈ ഒരു ലിമിറ്റിനോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ലോപിതാൽസ് റൂൾ പറയുന്നത്. ഓക്കെ, പിന്നെ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? 0/0 ഫോം വരുമ്പോൾ, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം വരുമ്പോൾ, അല്ലെങ്കിൽ 0 × ഫോം വരുമ്പോൾ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് 0/0 ഫോമിൽ മാത്രമാണ്. ഓക്കെ, കാരണം ബാക്കിയുള്ള ഫോംസൊക്കെ ഇതിനോട് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കേസിലാണ് നമ്മൾ ഈ ഒരു ലോപിതാൽസ് റൂൾ അപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസേ ചോദിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, പ്രോബ്ലംസ് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സിൽ നമ്മൾ 1 കൊടുത്തു നോക്കുക. അപ്പോൾ 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ ലോഗ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 0/0 ഫോം അല്ലേ? 0/0 ഫോം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ നമുക്ക് ബൈ ലോപിതാൽസ് റൂൾ അപ്ലൈ ചെയ്യാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, ഇതിൻ്റെ ലിമിറ്റ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ലിമിറ്റിനോട് ഈക്വൽ ആണ്. അപ്പോൾ 1 മൈനസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് -1 എന്ന് കിട്ടും. ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് 1/x എന്ന് കിട്ടും. ഇനി നമ്മളിതിൽ 1 അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് -1/1 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു -1. ഓക്കെ, ഈസി ആണെന്ന് ഞാൻ പറഞ്ഞു. വളരെ ഈസിയാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ ഈ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം മനസ്സിലാക്കിയാൽ കൂടെ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ഞാൻ നേരിട്ട് ചെയ്യുകയാണേ. അപ്പോൾ നമുക്ക് 0 കൊടുത്തു നോക്കാം. 0 മൈനസ് സൈൻ 0 ഡിവൈഡഡ് ബൈ 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 0/0 ഫോം തന്നെ വന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലോപിതാൽസ് റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ 0 അപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് കോസ് 0 ഡിവൈഡഡ് ബൈ 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 മൈനസ് 1 0/0 ഫോം, എഗെയിൻ 0/0 ഫോം വന്നു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ലോപിതാൽസ് റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് വരും. ദാറ്റ് ഈസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 3x² ഡെറിവേറ്റീവ് 6x അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ സൈൻ 0/6 × 0 എന്ന് വരും. ദാറ്റ് ഈസ് 0/0 ഫോം. അപ്പോൾ ഇനിയും നമ്മൾ എന്ത് ചെയ്യാം? ലോപിതാൽസ് റൂൾ വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 6xൻ്റെ ഡെറിവേറ്റീവ് 6 ആണ് വരിക. ഇവിടെ നമ്മൾ കോസ് 0 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/6. ദിസ് ഇസ് എ ഫൈനൈറ്റ് നമ്പർ. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബിൻ്റെ ആൻസർ ആണ് 1/6 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം നമുക്ക്. തേർഡ് വൺ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ x². ഇവിടെ നമുക്ക് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 0/0 ഫോം ആണ് വരിക. ഇനി നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് ഡിവൈഡഡ് ബൈ x² ഡെറിവേറ്റീവ് 2x വിച്ച് ഇസ് ഈക്വൽ ടു, ഇതെന്താ വരുന്നത്? കോസ് 0 ഡിവൈഡഡ് ബൈ 2 × 0 ദാറ്റ് ഈസ് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/0 എന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 0/0 ഫോം വന്നാൽ മാത്രമേ നമുക്ക് ലോപിതാൽസ് റൂൾ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ വന്നില്ലല്ലോ, 0/0 ഫോം വന്നില്ലല്ലോ, ഡിനോമിനേറ്റർ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുമ്പോൾ മുകളിൽ ന്യൂമറേറ്ററിലും 0 വരണം, ഡിനോമിനേറ്ററിലും 0 വരണം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ ഫൈനൈറ്റ് നമ്പർ ആണ്, അതുകൊണ്ട് തന്നെ 1/0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആണ് ആൻസർ വരിക. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ലോപിതാൽസ് റൂൾ അപ്ലൈ ചെയ്താലും ഇൻഫൈനൈറ്റ് ലിമിറ്റ് ഒക്കെ കിട്ടും. ഓക്കെ, ഇൻഫിനിറ്റി ലിമിറ്റ് കിട്ടും, 0 കിട്ടും. ഓക്കെ, അതിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/4 sec² x മൈനസ് 2 tan x ഡിവൈഡഡ് ബൈ
1 പ്ലസ് കോസ് 4x. ശരിക്കും ഈ ഒരു പ്രോബ്ലം, ശരിക്കും ഈ ഒരു സെക്ഷൻ ഡെറിവേറ്റീവ്സ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് പഠിക്കുക. പക്ഷേ ഡെറിവേറ്റീവ്സ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ടൈം എടുക്കും. അപ്പോഴത്തേക്ക് ലിമിറ്റ് വീണ്ടും പറയണ്ടേ. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് കണ്ടാലും മതി. ഓക്കെ, അതിന് അങ്ങനെയൊന്നും മാത്സിലാർക്ക് ടച്ച് വിട്ടതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. 6 സ്ക്വയർ എക്സ്, അപ്പം നമുക്കിവിടെ 6 സ്ക്വയർ പൈ ബൈ 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം 6 പൈ ബൈ 4ൻ്റെ വാല്യൂ എന്താണ്, √2 ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ √2 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 4 ഇൻറ്റു പൈ ബൈ 4 ദാറ്റ് ഈസ് കോസ് പൈ ദാറ്റ് ഈസ് ഇക്വൽ ടു -1. അപ്പോൾ നമുക്കിവിടെ 0/0 ഫോം കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 4. കുട്ടികളൊക്കെ മറന്നു പോകുന്നൊരു കാര്യമാണ്, ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയും. അപ്പം എന്ത് ചെയ്യും അവർ, കോഷ്യൻ റൂൾ അങ്ങ് അപ്ലൈ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ കോഷ്യൻ റൂൾ ഒന്നുമല്ല, ന്യൂമറേറ്ററിനെ സെപ്പറേറ്റ് ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാൻ മാത്രം മതി. അതിനെയാണ് ടോപ്പിദാൽസ് റൂൾ എന്ന് പറയുന്നത്. 6 സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 2sec x ഇൻറ്റു ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. 6 സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 2sec x ഇൻറ്റു, ഇനി sec xൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് sec x ഇൻറ്റു tan x മൈനസ് 2 ഇൻറ്റു tan xൻ്റെ ഡെറിവേറ്റീവ് 6 സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഇല്ല, 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. കോസ് 4xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 4x ഇൻറ്റു 4 വരും. ഓക്കെ, ഇവിടെ നമുക്കൊരു 2നെ ഔട്ട് സൈഡ് എടുത്ത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 4 ഒന്ന് വൃത്തിക്ക് എഴുതുന്നുണ്ട്. 2നെയൊക്കെ ക്യാൻസൽ ചെയ്ത് എഴുതാണ്. sec x ഇൻറ്റു sec x 6 സ്ക്വയർ എക്സ്. അപ്പോൾ ഇവിടെ ഒരു 6 സ്ക്വയർ എക്സ് ഉണ്ട്, നമുക്ക് അതിന് ഔട്ട് സൈഡ് എടുത്ത് എഴുതാം. 6 സ്ക്വയർ എക്സ് ഇൻറ്റു tan x മൈനസ് 1 ഡിവൈഡഡ് ബൈ -2 സൈൻ 4x എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. സോ കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെയാണ് -2 സൈൻ 4x കിട്ടിയത്. ഇനി നമുക്കിതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പൈ ബൈ 4, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു tan പൈ ബൈ 4 എന്താ 1 ആണല്ലേ. ഇപ്പോൾ 1 - 1 0 വന്നു. സൈൻ പൈ ബൈ 4ൽ സൈൻ 4 ഇൻറ്റു പൈ ബൈ 4 സൈൻ പൈ 0 വന്നു. എഗെയിൻ 0/0 ഫോം വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ലോപ്പിതാൽസ് റൂൾ അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 4 6 സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് 6 സ്ക്വയർ എക്സ് ഇൻറ്റു tan xൻ്റെ ഡെറിവേറ്റീവ് എഗെയിൻ 6 സ്ക്വയർ എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, പ്ലസ് tan x മൈനസ് 1 ഇൻറ്റു 6 സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് 2sec x ഇൻറ്റു tan x എന്നാ, അതിനോട് ഞാൻ 6 സ്ക്വയർ എക്സിന് എഴുതി tan x ഡിവൈഡഡ് ബൈ -2 സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് 4x ഇൻറ്റു 4. ഓക്കെ, ഇനി നമുക്കിതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 6 സ്ക്വയർ എക്സ് ദാറ്റ് ഈസ് sec സ്ക്വയർ പൈ ബൈ 4 എന്ന് വരും. സോറി, 6 സ്ക്വയർ അല്ല, sec raised to 4 വരില്ലേ, sec raised to 4 പൈ ബൈ 4 പ്ലസ് ഇവിടെ നോക്ക് tan പൈ ബൈ 4 -1 ദാറ്റ് ഈസ് 1 - 1 അത് 0 ആയിപ്പോയി, ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് കോസ് 4 പൈ ബൈ 4 ഇവിടെ -8 ഉണ്ട്. അതുപോലെ തന്നെ കോസ് ഓഫ് 4 ഇൻറ്റു പൈ ബൈ 4 ദാറ്റ് ഈസ് കോസ് പൈ ദാറ്റ് ഈസ് ഇക്വൽ ടു -1. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, sec പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു √2 ആണെന്ന്. അപ്പോൾ √2 ദ ഹോൾ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ വരിക, √2 4 വരും അല്ലേ, 4/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, 0/0 ഫോം വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഇൻഡിറ്റർമിനേറ്റ് ഫോം നോക്കാം. ഇൻഡിറ്റർമിനേറ്റ് ഫോം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഓക്കെ, ഇതെന്താ നോക്കാം കേട്ടോ. ജസ്റ്റ് എക്സാമ്പിൾസിലൂടെ പറയുന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ശരിക്കും ചിലതൊക്കെ ഈക്വലൻറ്റ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും, പക്ഷെ നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 sec x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan x. ഇപ്പോൾ ഇവിടെ നമ്മൾ sec x എന്ന് പറഞ്ഞാൽ sec പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, 1 പ്ലസ് tan പൈ ബൈ 2 എന്ന് പറഞ്ഞാലും ഇൻഫിനിറ്റി ആണ്. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതും ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്, കോഷ്യൻ ഫോമിലാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് പറഞ്ഞിരിക്കുന്ന ലോപ്പിതാൽസ് റൂൾ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അത് 0/0 തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു, അതായത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വന്നാലും ചെയ്യാൻ പറ്റും എന്നർത്ഥം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 കോഷ്യനിൽ വന്നാൽ മതി, ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 sec xൻ്റെ ഡെറിവേറ്റീവ് sec x ഇൻറ്റു tan x ഡിവൈഡഡ് ബൈ tan xൻ്റെ ഡെറിവേറ്റീവ് 6 സ്ക്വയർ എക്സ്, അതായത് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണേ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 ഇവിടെ tan x ഡിവൈഡഡ് ബൈ sec x ആണ് കിട്ടുക.
നിങ്ങൾ ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പം വീണ്ടും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ഒക്കെ കിട്ടും. പക്ഷെ നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്തത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ചെയ്തതിന് ശേഷം, അതായത് ഏറ്റവും ലീസ്റ്റ് ഫോമിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഈ ഒരു സംഭവം ഇതിൻ്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ലീസ്റ്റ് ഫോമിലല്ല ഉള്ളതെന്ന് മനസ്സിലാക്കണം ഫസ്റ്റ്. ഇപ്പോൾ ടാൻ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ഇല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോട്ടോ. സീക്ക് എക്സിൻ്റെ 1 ബൈ കോസ് എക്സ് എന്ന് എഴുതാം അല്ലേ. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലല്ലോ, എക്സ് ടെൻസ് ടു പൈ ബൈ 2. ഓക്കെ, നമുക്കപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 ഇവിടെ നമുക്ക് എന്താ കിട്ടുക? സൈൻ എക്സ് ബൈ 1 എന്നാണ് കിട്ടുക. അതായത് സൈൻ എക്സ്, അതായത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? സൈൻ പൈ ബൈ 2 എന്നാണ് കിട്ടുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്നാണ് ആൻസർ. അപ്പോൾ നിങ്ങളിത് കൺഫ്യൂഷനായി പോകരുത്. ഒറ്റ ക്വസ്റ്റ്യനും കൂടെ നോക്കാം, ഒരു ഇൻഫിനിറ്റീൻ്റെ കേസിൽ വരുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ കോട്ട് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, കോട്ട് 0 അഗെയിൻ ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. സോ കോഷ്യൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്ന ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം. സോ വി ക്യാൻ അപ്ലൈ ലോപിതാൽസ് റൂൾ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്, കൊസീക് സ്ക്വയർ എക്സ്. നമുക്കിവിടെ എന്താ കിട്ടുന്നത്? നമുക്ക് ഈ ഇവിടെ കണ്ടോ 1 ബൈ കൊസീക് സ്ക്വയർ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതിക്കൂടെ? നിങ്ങളവിടെ അപ്ലൈ ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ കിട്ടുന്നത് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നാക്കാമല്ലോ ഇതിനെ. അതായത് 1 ബൈ അല്ലേ വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഞാൻ ഈ കൊസീക് സ്ക്വയർ എക്സിനെ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ അത് വീണ്ടും ന്യൂമറേറ്ററിൽ പോയി കിടക്കില്ലേ? ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. ഇനി നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എഗെയിൻ 0 ബൈ 0 ഫോം കിട്ടും അല്ലേ. സൈൻ 0 ബൈ 0 എന്നല്ലേ വരാം. ഇനി നമുക്കൊന്നും കൂടെ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് 2 സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 0 ആണ്. സോ മൈനസ് 2 ഇൻറ്റു 0 എന്ന് കിട്ടും, ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ കണ്ടോ, നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂ ഡിപ്പെൻസ് ആണ്. കാരണം അത് 0 വരാം, ഇൻഫിനിറ്റി വരാം, ഫൈനൈറ്റ് നമ്പറൊക്കെ വരാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം നോക്കാം. ഇൻഡിറ്റർമിനേറ്റ് ഫോം 0 ഇൻറ്റു ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പറയുന്നത്. ഓരോ പ്രോബ്ലം ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ. കാരണം നമുക്ക് ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണെന്ന് മനസ്സിലാവണ്ടേ എല്ലാം വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് എല്ലാ പ്രോബ്ലംസ് പറഞ്ഞു പോകുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. ആദ്യം ഇത് മനസ്സിലാക്കണം കേട്ടോ, ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് ലോപിതാൽസ് റൂൾ വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യാന്നുള്ളത് മനസ്സിലാവുള്ളൂ, മൈൻഡിലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് 0 കൊടുത്തു, അതുപോലെ തന്നെ കോട്ടെക്സിനെ നമ്മൾ ഇൻഫിനിറ്റി കൊടുത്തു. അപ്പോൾ ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്, 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് എങ്ങനെ മാത്രമേ ലോപിതാൽസ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കൊരു കോഷ്യൻ്റ് വരണം. ആ കോഷ്യൻ്റ് ഒന്നുകിൽ 0 ബൈ 0 ഫോമിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലായിരിക്കണം. പക്ഷേ ഇവിടെ എങ്ങനെയല്ല. അപ്പോൾ ഇതിനെ അങ്ങനെ മാറ്റാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇതിനെ എക്സ് ഇൻറ്റു കോട്ടിന് നമുക്ക് 1 ബൈ ടാൻ എക്സ് എന്ന് എഴുതാലോ. അപ്പം ഞാൻ ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 0 ബൈ ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ബൈ 0 ഫോമിൽ വന്നില്ലേ? അപ്പോൾ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫോം തന്നെയാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതും ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇനി ലോപിതാൽസ് റൂൾ ധൈര്യത്തിൽ അപ്ലൈ ചെയ്യാലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 6 സ്ക്വയർ എക്സ് ആണ്. 6 സ്ക്വയർ എക്സ്. അപ്പോൾ നമുക്ക് 1 ബൈ 6 സ്ക്വയർ 0 എന്ന് കിട്ടും. 6 0 1 ആണ്, ദാറ്റ് ഇസ് 1 ബൈ 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോബ്ലം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു ലോഗ് എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് ഇൻറ്റു ലോഗ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 ഇൻറ്റു ലോഗ് 0 എന്ന് വരും, ദാറ്റ് ഇസ് 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേമിനെ എങ്ങനെയാണ് ഒരു കോഷ്യൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് തിങ്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിന് മാത്രം ഒന്ന് ചിന്തിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ ഈ എക്സിനെ ഞാൻ 1 ബൈ എക്സ് എന്ന് എഴുതാണ്. നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് അതിനെ കോഷ്യൻ്റ് ആക്കാൻ പറ്റും.
ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 1/x. ഇനി നമ്മൾ ഇതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലോഗ് 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം കിട്ടിയില്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ലോപിതാൽസ് റൂൾ നേരിട്ട് അപ്ലൈ ചെയ്താൽ മതി അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ 1/x എന്നാ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -x എന്ന് വരും. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമുക്ക് 0 കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 0 ആണ്. ഇനി നമുക്ക് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റിയുടെ കേസ് ഒന്ന് നോക്കാം. കേസിലെ മൂന്നാമത്തെ പ്രോബ്ലം ആണ് നമ്മൾ പറയുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/sin x -1/x. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, ഇതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1/0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി മൈനസ് 1/x വരും. ഇതിലും ഇൻഫിനിറ്റി. ഇപ്പോൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമാണ് വന്നത്. സോ നമ്മൾ ഇതിനെ കോഷ്യൻ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കാം. ഇതിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെ കോഷ്യൻ ഫോമിലേക്ക് മാറ്റാം. എൽസിഎം എടുത്താൽ മതി, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം അല്ലേ? ഇനി നമ്മൾ ഇതിലൊന്ന് 0 കൊടുത്തു നോക്കുക. അപ്പോൾ 0 - 0 ദാറ്റ് ഈസ് 0/0 ഫോം വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ലോപിതാൽസ് റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് cos x. താഴെ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഉണ്ട്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് cos x പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 എന്ന് കിട്ടും. ഇനി നമ്മളിതിലൊന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ 1 - cos 0 1 ആണ്. 0 ബൈ ഇവിടെ എക്സ് 0 + 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0/0 ഫോം തന്നെ വരും. അപ്പോൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ലോപിതാൽസ് റൂൾ വീണ്ടും ഒന്നും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 - cos xൻ്റെ ഡെറിവേറ്റീവ് 1 0 വരും. -cos xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ദാറ്റ് ഈസ് സൈൻ എക്സ് എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ ഒന്ന് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് cos x ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ 0 വരും. ഇവിടെ cos 0 അപ്പോൾ ഇവിടെ 2 ഒക്കെ വരും. പക്ഷേ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? 0 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് രണ്ട് കേസ്. അതായത് നമ്മളിപ്പം 0/0 പറഞ്ഞു, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി പറഞ്ഞു, 0 × ഇൻഫിനിറ്റി പറഞ്ഞു, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സ്. ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഒന്ന് 1/∞, ഒന്ന് 0/0, ഒന്ന് ∞/0. ഇതൊക്കെ ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സ് ആണ്. ഇതിൻ്റെ ആൻസേഴ്സ് എന്താണെന്ന് നമുക്കറിയില്ല. 1/∞ ചെയ്താൽ എന്താ കിട്ടുക? 0/0 ചെയ്താൽ ∞/0 ചെയ്താലൊന്നും നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെ റൂൾ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എപ്പോഴും ഒരു പവർ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ ഒരു ഫോമിലായിരിക്കും കേട്ടോ. f(x), അതായത് ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ, ഈ ഫോമിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ k(x) = എന്ന് പറഞ്ഞിട്ട് നമ്മൾ f(x) the whole raised to 5(x) നമ്മൾ എടുക്കുക ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ലോഗരിതം എടുക്കും. ഓക്കെ, നാച്ചുറൽ ലോഗരിതം ഓഫ് k(x) = ഇതിനെ 5(x) × log f(x) എന്ന് എഴുതാം. കാരണം എന്താ? log of x⁻⁴ നെ നമുക്ക് എങ്ങനെ എഴുതാടോ? a × log x എന്ന് എഴുതാലോ. ഇതൊരു പ്രോപ്പർട്ടിയാണ്, ലോഗിൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. പവർ വരുന്ന ലോഗ്, അതായത് log of a പവർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം a × log x എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് ഓർത്ത് വെക്കണം. അതാണ് കേട്ടോ ഇവിടെ അപ്ലൈ ചെയ്തത്, 5(x) × log f(x). എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നതെന്ന് അറിയോ? ഇങ്ങനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു a f(x) the whole raised to 5(x) ആണ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് തന്നിട്ടുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു a f(x) the whole raised to 5(x). അതായത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എന്താ കൊടുത്തിരിക്കുന്നത്? log x ടെൻസ് ടു a. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? k(x) എന്നല്ലേ? k(x). അപ്പം ഇതാണ് നമ്മളുടെ കയ്യിലുള്ളത്. നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഈ ഒരു ലിമിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് എക്സ്പോണൻഷ്യൽ എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് എക്സ്പോണൻഷ്യൽ എടുക്കുക എന്നുള്ളത്. അതായത് നമുക്ക് വേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു a
കെ ഓഫ് എക്സ് ആണ്. അതെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഇ റേസ് ടു ലോഗ് കെ ഓഫ് എക്സ് ആയിരിക്കും. കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതെന്താണെന്നുള്ളത് പ്രോബ്ലത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് ഈ ഒരു വേരിയബിൾസ് ഒക്കെ വെച്ച് പറയുമ്പോൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ തിയറി കംപ്ലീറ്റ് ആയിട്ട് പറയണം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കിതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ദ ഹോൾ റേസ് ടു ടാൻ എക്സ്. ഓക്കെ, ഇതിൽ നമുക്കൊന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാമല്ലോ. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 0, സൈൻ 0 0, ടാൻ 0 0, 0 റേസ് ടു 0 ഫോമാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് അനദർ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ഇതിനെ ലെറ്റ് കെ ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റേസ് ടു ടാൻ എക്സ് എന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് കെ ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് ദ ഹോൾ റേസ് ടു ടാൻ എക്സ്. ഇവിടെ നമുക്ക് ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് കെ ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ്, നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ കിട്ടുക? 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാൻ എക്സ് എന്നല്ലേ, ടാൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. നമുക്ക് കിട്ടുന്നത് ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 വരും, ലോഗ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് 0 വരും. ദറ്റ് ഈസ് ഇൻഫിനിറ്റി. 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? കോഷ്യൻ ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ ഇവിടെ ടാൻ എക്സിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോട്ട് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ടാൻ എക്സിനെ 1 ബൈ കോട്ട് എക്സ് എന്ന് എഴുതാമല്ലോ. എന്നിട്ട് നമ്മളിതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലോഗ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് 0, അപ്പം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം കിട്ടും. ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ, ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഞാനിങ്ങനെ പ്രോബ്ലം പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇതിനെ ഇനി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് കോസിക് സ്ക്വയർ എക്സ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ഇവിടുന്ന് ഒരു 1 ബൈ സൈൻ എക്സും ഇവിടുന്ന് ഈ 1 ബൈ സൈൻ എക്സിന് നമുക്ക് കൊസീക് എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ആ കൊസീക് എക്സും ഇവിടുന്ന് ഒരു കൊസീക് എക്സും ഇവിടുന്ന് ഒരു കൊസീക് എക്സും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ലീസ്റ്റ് ഫോമിലാക്കിയിട്ട് മാത്രമേ പിന്നീട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇവിടെ നമ്മൾ കോസ് എക്സ് ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? കൊസീക് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1 ബൈ കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് അല്ലേ, ഇവിടെ ഒരു മൈനസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കോസ് എക്സിനെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് ഉണ്ട്. ഈ 1 ബൈ കൊസീക് എക്സിനെ ഞാൻ സൈൻ എക്സ് എന്ന് കൊടുത്തു. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിർത്തരുത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിർത്താൻ പാടില്ല. നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഇതിൻ്റെ ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഇങ്ങനെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് കെ ഓഫ് എക്സിൻ്റെ ആൻസറാണ് നമുക്ക് 0 എന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കെ ഓഫ് എക്സിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ്, ലോഗൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഈ ലോഗിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കണം. ഓക്കെ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കെ ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ റേസ് ടു 0 കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു 1. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ റേസ് ടു ടാൻ എക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കെ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോഗ് കെ ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് 0. അപ്പോൾ ഈ ലോഗിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഇ റേസ് ടു എടുക്കുക. അപ്പോൾ ഇ റേസ് ടു ലോഗ് കെ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു 0 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇവിടെ ഇങ്ങനെ വരിക. ഇ റേസ് ടു ലോഗ് കെ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു 0. നമുക്കറിയാം ഇ റേസ് ടു ലോഗ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ കെ ഓഫ് എക്സ് തന്നെ വന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് കേട്ടോ. ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ ഇവിടെ പറ്റില്ലല്ലോ. അപ്പം ഞാൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 0 ഈക്വൽ ടു 1. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ദ ഹോൾ റേസ് ടു 1 ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കെ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ എടുക്കണം അല്ലേ. കോസ് എക്സ് ദ ഹോൾ റേസ് ടു 1 ബൈ എക്സ് സ്ക്വയർ. നമ്മൾ ലോഗ് കെ ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് കെ ഓഫ് കോസ് എക്സ് എന്ന് വരും.
ഇത് നോക്കുക നിങ്ങൾ, ഇവിടെ എന്താ ഫോം വരുന്നത്? cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഫോമാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ log cos x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 അല്ല അപ്ലൈ ചെയ്യേണ്ടത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log k of x. നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാവുന്നുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log cos x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇതിനെ ഞാൻ കോഷ്യൻ ഫോമിലേക്ക് തന്നെ മാറ്റി എഴുതിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 log 1 ഡിവൈഡഡ് ബൈ, അപ്പോൾ 0/0 ഫോം വരും അല്ലേ? നമുക്ക് ഇവിടെ ലോപിതാൻസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log cos x എന്ന് പറഞ്ഞാൽ 1/cos x ഇൻറ്റു sin x മൈനസ് sin x ഡിവൈഡഡ് ബൈ 2x. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ കിട്ടുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ഇവിടെ നമുക്കിതിനെ sin x ബൈ cos x എന്താ? tan x അല്ലേ? മൈനസ് tan x ഡിവൈഡഡ് ബൈ 2x എന്ന് എഴുതാം. ദാറ്റ് ഈസ് അഗെയിൻ 0/0 ഫോം കിട്ടും അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് വീണ്ടും ലോപിതാൻസ് റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് tan x മൈനസ് 6² x ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് 1/2 എന്ന് വരും ആൻസർ. ഓക്കെ, റെഡി? ഇതാണ്. ഞാൻ എപ്പോഴും ഇവിടെ എത്തുമ്പോൾ നിർത്തുന്നുണ്ടല്ലേ. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ആണ് ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, log k of x ആണ് നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുന്നത്? മൈനസ് 1/2 എന്ന് പറഞ്ഞിട്ടുള്ളത്. മൈനസ് തന്നെയല്ലേ വരിക? tan x ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 6² x. തെറ്റ് തന്നെ പറയണേ, എഴുതുമ്പോൾ ഞാൻ അങ്ങ് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നമുക്ക് k of x അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ e റേസ് ടു എടുക്കാം, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? e റേസ് ടു log k of x ൻ്റെ വാല്യൂ ആണ് കിട്ടുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. അപ്പോൾ നമുക്ക് e റേസ് ടു മൈനസ് 1/2 എന്ന് വരും. അതായത് k of x ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 k of x ൻ്റെ വാല്യൂ എന്താ വരുന്നത്? e റേസ് ടു മൈനസ് 1/2. ദിസ് ഇസ് ദ ആൻസർ. ഒറ്റ പ്രോബ്ലം കൂടി ചെയ്തിട്ട് നിർത്താം. വെറൈറ്റി ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു 1/x. അപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ എക്സ് ഇൻഫിനിറ്റി റേസ് ടു 0 ഫോമിലാണ് ഇത് വരുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? k of x എന്ന് പറഞ്ഞെടുക്കണം അല്ലേ? k of x ഈക്വൽ ടു എക്സ് റേസ് ടു 1/x. പവർ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. log k of x ഈക്വൽ ടു log എക്സ് റേസ് ടു 1/x. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 1/x ഇൻറ്റു log x ആയിട്ട് മാറും. ഇനി നമ്മൾ രണ്ട് സൈഡിലും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാം. log k of x ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x ഇൻറ്റു log x എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി log x ഡിവൈഡഡ് ബൈ x. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും. ഓക്കെ, ഇനി നമുക്കിതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് log x ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി log x ൻ്റെ ഡെറിവേറ്റീവ് 1/x. x ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/∞ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ലോപിതാൻസ് റൂളിൽ പ്രോബ്ലംസ് ഒക്കെ പറയാനുള്ളത്. വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നു കാൽക്കുലസിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഇത്തിരി ടൈം എടുത്തിട്ട് ഇത് മൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനിതുപോലെ തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം. അങ്ങനെ അല്ലെങ്കിൽ വല്ലാണ്ട് ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ മറന്നിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ അത് പഠിച്ചു പോകും. അതൊരു മോശമല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ കാണുക, വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഒരുപാട് പേർക്ക് സപ്പോർട്ട് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വീഡിയോസ് ഇടാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വീഡിയോസ് ഇട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഫ്രീ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.